Assalamu alaikum. Hello dear students. So in the last class we have discussed about the periodic trends in the periodic table. അല്ലേ എങ്ങനെയാണ് periodic trends എന്നുള്ളതാണ്. അപ്പം ഗ്രൂപ്പിൽ എങ്ങനെയാണ് periodsൽ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. And today we are going to learn about the ionization energy. It is very important, so listen carefully. Ionization energy. What is ionization energy? If we consider sodium and chlorine, അല്ലേ നമ്മുടെ sodium chlorine നമ്മൾ എടുക്കുന്നു. So what is the atomic number of sodium? It is 11, chlorine 17. So we can write 282 അല്ലേ 281. സോഡിയത്തിൻ്റെ എത്രയാണ് 281 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇറ്റ് ഈസ് 287. ഓക്കെ, ഡൗട്ടൊന്നും ഇല്ലല്ലോ. അപ്പോഴാ ഇവിടെ സോഡിയം എന്ത് ചെയ്യും? ഇതിൻ്റെ ഒക്ടറ്റ് ഫോർ കംപ്ലീറ്റിംഗ് ദ ഒക്ടറ്റ് ഇറ്റ് ലോസസ് 1 ഇലക്ട്രോൺ ഫ്രം ദ ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് ദ സോഡിയം ആറ്റം. സോഡിയം ആറ്റത്തിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ ഇത് എന്ത് ചെയ്യും? റിലീസ് ചെയ്യും അല്ലേ, അല്ലെങ്കിൽ ഇത് ലിബറേറ്റ് ചെയ്യും. അപ്പം ഇത് ലിബറേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എനർജീനെ നമ്മൾ പറയുന്ന പേരാണ് അയനൈസേഷൻ എനർജി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഒരിക്കലും ലിബറേറ്റ് ചെയ്യല്ല ചെയ്യുന്നത്, ഇങ്ങോട്ട് എന്ത് ചെയ്യുക, സ്വീകരിക്കുക, അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. ഇറ്റ് ഡസ് നോട്ട് ലോസസ് ദ ഇലക്ട്രോൺ ഇൻ chlorine because in the outermost shell there is 7 electrons. It accepts 1 electron. So അപ്പം ഇവിടെ എന്താണ് അയനൈസേഷൻ? സോഡിയത്തിനെ സംബന്ധിച്ച് the outermost shell there is only 1 electron. So it's liberate ഇലക്ട്രോൺ, ഇലക്ട്രോണിനെ ലിബറേറ്റ് ചെയ്യുന്നു. അപ്പം ഈ ഇലക്ട്രോൺസിനെ ലിബറേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എനർജീനെ നമ്മൾ പറയുന്ന പേരാണ് അയനൈസേഷൻ എനർജി. ഓക്കെ, സോ ദ എമൗണ്ട് ഓഫ് energy required to liberate the most loosely bound electron from the outermost shell of an isolated gaseous atom of an element is called its ionization energy. അതായത് ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ആറ്റത്തിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഇലക്ട്രോണിനെ ലൂസായിട്ടുള്ള ആ ഇലക്ട്രോൺസിനെ ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ലിബറേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എനർജീനെ നമ്മൾ പറയുന്ന പേരാണ് അയനൈസേഷൻ എനർജി. സോ വാട്ട് ഈസ് അയനൈസേഷൻ എനർജി? ദ എമൗണ്ട് ഓഫ് എനർജി required to liberate the most loosely bound electron. ഇവിടെ മോസ്റ്റ് ലൂസ്ലി ബൗണ്ട് ഇലക്ട്രോൺ ഏതാണ്? ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ of an isolated gaseous atom of an element is called its ionization energy. അതായത് ഇപ്പം നമ്മൾ സോഡിയത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഇഫ് വി കൺസിഡർ ദ കേസ് ഓഫ് സോഡിയം, സോഡിയത്തിന് എന്താണ് ഇലക്ട്രോണിനെ ലിബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യം വന്നല്ലോ, എനർജി ആവശ്യം വന്നില്ലേ, അതിനെയാണ് നമ്മൾ അയനൈസേഷൻ. സോഡിയത്തിൻ്റെ കേസ് ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞാണ്, ഏതിൻ്റെ കേസിലാണോ അത് അയനൈസേഷൻ എനർജി. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ അയനൈസേഷൻ എനർജി. പിന്നെ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ദർ ഈസ് എ ടേം അറ്റോമിക് റേഡിയസ്. അറ്റോമിക് റേഡിയസ് എന്ന് പറയുന്നൊരു പിന്നെ ഒരു ടേം കൊടുത്തിട്ടുണ്ട്. ആറ്റത്തിൻ്റെ സൈസിനെ കാണിക്കാനാണ് അറ്റോമിക് റേഡിയസ് എന്നൊരു ടേം നമ്മൾ യൂസ് ചെയ്യുന്നത്. അറ്റോമിക് റേഡിയസ് ഈസ് വൺ ഓഫ് ദ മെത്തേഡ്സ് ടു എക്സ്പ്രസ് സൈസ് ഓഫ് ദ ആറ്റം. അറ്റോമിക് റേഡിയസ് എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിച്ചാൽ അത് സൈസാണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, സോ ദ അറ്റോമിക് റേഡിയസ് ഇസ് ദ മെത്തേഡ് ഓഫ് എക്സ്പ്രസ് ദ സൈസ് ഓഫ് ആൻ ആറ്റം. അറ്റോമിക് റേഡിയസ് ഇസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ഓഫ് ദ ന്യൂക്ലിയസ് ടു ദ ഔട്ടർമോസ്റ്റ് ഷെല്ല്. അതായത് സെൻറ്ററിൽ നിന്ന് ന്യൂക്ലിയസിൻ്റെ സെൻറ്ററിൽ നിന്ന് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ് അറ്റോമിക് റേഡിയസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ഇതൊരു ആറ്റം ആണെങ്കിൽ അതിൻ്റെ ന്യൂക്ലിയസിൽ നിന്ന് അത് ഔട്ടർ മോസ്റ്റ് ഷെല്ല് ഇതായിരിക്കും ഔട്ടർ മോസ്റ്റ് ഷെല്ല്, ഏറ്റവും പുറമെയുള്ള ഷെല്ല്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത് അറ്റോമിക് റേഡിയസ്. ഓക്കെ, അപ്പോൾ ആ ഒരു വേർഡ് ടേം പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരാൻ പാടില്ല. സോ അതാണ് അറ്റോമിക് റേഡിയസ് എന്ന് പറയുന്നത്. Atomic radius is the distance from the center of the nucleus to the outermost shell. Atomic radius increases with increasing the number of shells of an atom. ആറ്റത്തിൻ്റെ ഷെല്ല് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും? അറ്റോമിക് റേഡിയസ് കൂടും അല്ലേ. ആറ്റത്തിൻ്റെ ഷെല്ല് കൂടുമ്പോൾ അതിൻ്റെ എന്ത് ചെയ്യും? ഓരോ ഷെല്ല് കൂടുന്നതനുസരിച്ച് അതിൻ്റെ സൈസും ഇൻക്രീസ് ചെയ്ത് വരും. അപ്പോൾ അയനൈസേഷൻ എനർജി എന്താണെന്ന് മനസ്സിലായല്ലോ എല്ലാവർക്കും. ഓക്കെ, ദെൻ എന്തൊക്കെ അയനൈസേഷൻ എനർജി ഡിപ്പെൻഡ്സ് ഓൺ 2 ഫാക്ടേഴ്സ്. 2 ഫാക്ടറുകളിലെ അയനൈസേഷൻ എനർജി ഡിപ്പെൻഡ് ചെയ്യുന്നു. ഏതൊക്കെയാണ്? ന്യൂക്ലിയർ ചാർജും സൈസ് ഓഫ് ആറ്റം. ഓക്കെ, അയനൈസേഷൻ എനർജി ഡിപ്പെൻഡ്സ് ഓൺ 2 ഫാക്ടേഴ്സ്. ന്യൂക്ലിയർ എനർജി, ഫസ്റ്റ് വൺ ന്യൂക്ലിയർ എനർജി അല്ലേ, ന്യൂക്ലിയർ എനർജി അല്ല, ന്യൂക്ലിയർ ചാർജ്. ദ സെക്കൻഡ് വൺ ന്യൂക്ലിയർ ചാർജും പിന്നെ എന്താണ്? സൈസ് ഓഫ് ആൻ ആറ്റം. ഈ 2 ഫാക്ടേഴ്സ് അയനൈസേഷൻ എനർജീനെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സാമിന് ചോദിക്കും വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഡിപ്പെൻഡ് ഓൺ അയനൈസേഷൻ എനർജി. ദ ഫസ്റ്റ് വൺ ന്യൂക്ലിയർ ചാർജ് ആൻഡ് ദ സെക്കൻഡ് വൺ സൈസ് ഓഫ് ആൻ ആറ്റം. ആറ്റത്തിൻ്റെ സൈസും ആണ് അതിൻ്റെ 2 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. വെൻ ദ സൈസ് ഓഫ് ദ ആറ്റം ഇൻക്രീസസ് ഡസ് ദ അട്രാക്ഷൻ ഓഫ് ദ ന്യൂക്ലിയസ് ടു ദ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ ഇൻക്രീസസ് ഓർ ഡിക്രീസസ്. അതായത് ആറ്റത്തിൻ്റെ സൈസ് കൂടുമ്പോൾ ന്യൂക്ലിയസും ഔട്ടർമോസ്റ്റ് ഷെല്ലും തമ്മിലുള്ള
എങ്ങനെയാണ് അതിൻ്റെ ഒരു അട്രാക്ഷൻ, അത് നമുക്ക് എന്താ ഈസി ആയിട്ട് പറയാവുന്നതല്ലേ. അതായത് ഒരു ആറ്റത്തിൻ്റെ സൈസ് ഇങ്ങനെയാണ് ഇതിൻ്റെ, അപ്പം ഇങ്ങനെ സൈസ് കൂടുന്നതനുസരിച്ച് ഇത് എന്താ ന്യൂക്ലിയസും ഔട്ടർ മോസ്റ്റ് ഷെല്ലും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ത് ചെയ്യും, കുറയുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, ഡിക്രീസസ്. ഓക്കെ, then the second question, then what is the change in the ionization energy? അപ്പം എന്താണ്, ഇത് ഡിക്രീസ് ചെയ്യുന്നതനുസരിച്ച് എന്തും കുറയുന്നു, അയണൈസേഷൻ എനർജിയും ഡിക്രീസ് ചെയ്യുന്നു. മനസ്സിലാവുന്നുണ്ടോ? സോ അയണൈസേഷൻ എനർജി ഡിക്രീസസ് ആസ് വി മൂവ് ഡൗൺ എ ഗ്രൂപ്പ് ഡ്യൂ ടു ദ ഇൻക്രീസിങ് ദ സൈസ് ഓഫ് ദ ആറ്റം. അതായത് ആറ്റത്തിൻ്റെ സൈസ് കൂടുമ്പം എന്ത് കുറയും, അയണൈസേഷൻ എനർജി കുറയും. ഓക്കെ, ആറ്റത്തിൻ്റെ സൈസ് കൂടുമ്പോൾ എന്ത് കുറയും, അയണൈസേഷൻ എനർജി. ആറ്റത്തിൻ്റെ സൈസ് കൂടുമ്പോൾ നമ്മൾ പറഞ്ഞു അയണൈസേഷൻ എനർജി എന്ത് ചെയ്യും, ആറ്റത്തിൻ്റെ സൈസ് കൂടുന്നതനുസരിച്ച് അയണൈസേഷൻ എനർജി കുറയുകയാണ് ചെയ്യുന്നത് അല്ലേ. As a result of this, entities to form positive ion increases, atomic size decreases, we move from left to right in a period. അതായത് നമ്മളൊരു പീരീഡിൽ നോക്കുമ്പോൾ അറ്റോമിക് സൈസ് എങ്ങനെയാണ്, അറ്റോമിക് സൈസ് കൂടി, അറ്റോമിക് സൈസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, ഡിക്രീസ് ചെയ്താണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പീരീഡ് ഗ്രൂപ്പ്സിലാണെന്നുണ്ടെങ്കിൽ അറ്റോമിക് സൈസ് എങ്ങനെയാണ്, അറ്റോമിക് സൈസ് കൂടിയാണ് വരുന്നത്. പീരീഡ്സിൽ അറ്റോമിക് സൈസ് കുറഞ്ഞു വരും. അപ്പോൾ അറ്റോമിക് സൈസ് കൂടുമ്പം അയണൈസേഷൻ എനർജി എന്ത് ചെയ്യും, കുറയും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ആൻഡ് ഹെൻസ് ദ അയണൈസേഷൻ എനർജി ഇൻക്രീസ്. അപ്പോൾ പീരീഡ്സിൽ അയണൈസേഷൻ എനർജി കൂടുതലാണ്. അത് പീരീഡിൽ ആറ്റത്തിൻ്റെ സൈസ് കുറഞ്ഞു പറഞ്ഞാണ് വരുന്നത്. അപ്പോൾ അയണൈസേഷൻ എനർജി എന്ത് ചെയ്യും, അത് കൂടും. അയണൈസേഷൻ എനർജി ഇൻക്രീസസ്. കോൺസിക്വൻ്റ്ലി ദ ടെൻഡൻസി ടു ഫോം പോസിറ്റീവ് അയോൺ ഡിക്രീസസ്. അപ്പോൾ അവിടെ പോസിറ്റീവ് അയോൺസ് ആണ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് അയണൈസേഷൻ എനർജി എന്ന്, ദ എമൗണ്ട് ഓഫ് എനർജി liberate to the mostly loosely bounded electron from the outermost shell of an atom is called ionization energy. മനസ്സിലായി? എൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഒരു ഇലക്ട്രോൺ അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ ലിബറേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ആ എനർജീനെയാണ് അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. അയണൈസേഷൻ എനർജി ഇൻ ഗ്രൂപ്പ് എങ്ങനെയാണ്, ആ ഗ്രൂപ്പിൽ സൈസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, ഗ്രൂപ്പിൽ താഴേക്ക് വരുന്നവരും അറ്റോമിക് സൈസ് കൂടി വരുന്നു അല്ലേ, ആറ്റത്തിൻ്റെ വലിപ്പം കൂടി വരുന്നതുകൊണ്ട് അയണൈസേഷൻ എനർജി ഡിക്രീസസ്. ആൻഡ് ദ പീരീഡ്സിൽ എങ്ങനെയാണ്, പീരീഡ്സിലെന്ന് പറയുമ്പം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് അല്ലേ, പീരീഡ്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കിടക്കുന്നില്ലേ, അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ്. അപ്പോൾ അവിടുത്തെ ആറ്റത്തിൻ്റെ സൈസ് കുറഞ്ഞു വരുന്നു. അപ്പോൾ അയണൈസേഷൻ എനർജി എന്ത് ചെയ്യുന്നു, കൂടി വരുന്നു. നെക്സ്റ്റ് ഒരു ടേമാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചാപ്റ്റർ 2 ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്താണെന്ന് പഠിച്ചതാണ് അല്ലേ. എന്തായിരുന്നു ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ, ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്, ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഇൻ എ കോവാലന്റ് ബോണ്ട് ദ റിലേറ്റീവ് എബിലിറ്റി ഓഫ് ഈച്ച് ആറ്റം ടു അട്രാക്ട് ദ പെയർഡ് ഇലക്ട്രോൺ. അതായത് നമ്മളിപ്പം HCl പറഞ്ഞല്ലേ, HCl നമ്മളന്ന് സെക്കൻഡ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തതാണ്. HCl എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനിടയ്ക്ക് ഒരു ബോണ്ട് ഉണ്ട്, അല്ലെങ്കിൽ ഇതിനിടയ്ക്ക് എന്തുണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ. അതായത് ഇൻ എ കോവാലന്റ് ബോണ്ട് ദ റിലേറ്റീവിലിറ്റി ഓഫ് ഈച്ച് ആറ്റം ടു അട്രാക്ട് ദ ബോണ്ടഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ്. ഇവിടെ ഇലക്ട്രോൺസ് ഇടയ്ക്കുണ്ടല്ലോ, ആ ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യാനായിട്ട് ഹൈഡ്രജനും ശ്രമിക്കും, ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. അപ്പം ഇവിടെ ഹൈഡ്രജനും ക്ലോറിനും ഉണ്ട്. ഹൈഡ്രജനും ക്ലോറിനും എന്ത് ചെയ്യും, ഇതിനിടയിലുള്ള ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യാനായിട്ട് അത് ട്രൈ ചെയ്യും. അപ്പോൾ അതിനെയാണ് നമ്മൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ റിലേറ്റീവ് എബിലിറ്റി ഓഫ് ആൻ ആറ്റം ടു അട്രാക്ട് ബോണ്ടഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ടുവേർഡ്സ് ഇറ്റ് സെൽഫ്. അത് തന്നിലേക്ക് എന്ത് ചെയ്യുന്നു, അട്രാക്ട് ചെയ്യുന്നു. ഓരോ ആറ്റവും ശ്രമിക്കുന്നു. ഇപ്പോൾ 2 ആറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ 2 ആറ്റവും എന്ത് ചെയ്യുന്നു, ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യാൻ, തന്നിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു ടെൻഡൻസിനെ നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ മെറ്റൽസ് ആർ കോൾഡ് ഇലക്ട്രോ പോസിറ്റീവ് എലമെൻറ്റ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്, അതുകൊണ്ടാണ് ഡീപ്പായിട്ട് പറയാതിരുന്നത്. ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഒരു കോമ്പൗണ്ടിൽ 2 ആറ്റംസ് ഉണ്ടെങ്കിൽ 2 ആറ്റംസ് എന്ത് ചെയ്യും, ആ ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യും. അതാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ മെറ്റൽസ് ആർ കോൾഡ് ഇലക്ട്രോ പോസിറ്റീവ്. മെറ്റൽസിനെ നമ്മൾ ഇലക്ട്രോ നെഗറ്റീവ് എന്നല്ല പറയുന്നത്, ഇലക്ട്രോ പോസിറ്റീവ് എന്നാണ്. എന്തുകൊണ്ടാണ്, മെറ്റൽസ് എപ്പോഴും ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദ മെറ്റൽസ് ആർ കോൾഡ് ഇലക്ട്രോ പോസിറ്റീവ് എലമെൻറ്റ് ബിക്കോസ് ദേ ലോസ് ഇലക്ട്രോൺസ് ടു ഫോം പോസിറ്റീവ് അയൺസ്. എന്ന് വെച്ചാൽ എന്ത് ചെയ്യുന്നു, അത് ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്ത് പോസിറ്റീവ് അയണായിട്ട് മാറാനായിട്ട് ശ്രമിക്കുന്നു. നമുക്കറിയാം, ഇഫ് എൻ ആറ്റം ഓർ ആൻ എലമെൻറ്റ് റിലീസ് ഇലക്ട്രോൺ ഇറ്റ് ഗെറ്റ്സ് പോസിറ്റീവ് അല്ലേ, പോസിറ്റീവ് ചാർജ് കിട്ടും. ഒരു ഇലക്ട്രോൺസിനെ വിട്ടു കൊടുക്കുമ്പോൾ പോസിറ്റീവും, ഒരെണ്ണത്തിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നെഗറ്റീവും ആണെന്ന് നിങ്ങൾക്ക് അറിയാം, നമുക്ക് ഓൾറെഡി പഠിച്ചതാണ്. നോൺ മെറ്റൽസ് ആർ കോൾഡ് ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റ്സ് ബിക്കോസ് ദേ ഗെയിൻ ഇലക്ട്രോൺസ് ഇൻ കെമിക്കൽ റിയാക്ഷൻസ് ടു ഫോം നെഗറ്റീവ് അയോൺസ്. അതായത് നമ്മൾ നോൺ മെറ്റൽസിനെ എന്തെന്നാണ് പറയുന്നത്, നോൺ മെറ്റൽസിനെ നമ്മൾ ഇലക്ട്രോ നെഗറ്റീവ് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്, അത് ആ ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. സോ മെറ്റൽസ് ആർ കോൾഡ് ഇലക്ട്രോ പോസിറ്റീവ് ആൻഡ് നോൺ മെറ്റൽസ് ആർ കോൾഡ് ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റ്സ്. ഓക്കെ,
അപ്പോൾ ഇലക്ട്രോ പോസിറ്റീവ് ഇലക്ട്രോ നെഗറ്റീവ് എന്താണെന്ന് അറിയാലോ. ഇലക്ട്രോ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ മെറ്റൽസ് ഇലക്ട്രോ പോസിറ്റീവ് ആണ്, അത് ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്നു അല്ലെങ്കിൽ റിലീസ് ചെയ്യുന്നു. ഇലക്ട്രോ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നോൺ മെറ്റൽസ് ആർ ഇലക്ട്രോ നെഗറ്റീവ് ബിക്കോസ് ദേ accept ഇലക്ട്രോൺസ് അല്ലേ, ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്ത് നെഗറ്റീവായിട്ട് മാറുകയാണ്. സോ ദാറ്റ് നോൺ മെറ്റൽസ് ആർ കോൾഡ് ഇലക്ട്രോ നെഗറ്റീവ്. ദെൻ ദർ ഈസ് വൺ ടേം എക്സിസ്റ്റ് ഇൻ ദിസ് ചാപ്റ്റർ, ദാറ്റ് ഈസ് എ മെറ്റലോയിഡ്സ്. ഓക്കെ, മെറ്റലോയിഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ് മെറ്റലോയിഡ്സും. മെറ്റലോയിഡ്സ് എന്ന് പറയുന്നത് എന്താണ്? മെറ്റലോയിഡ്സ് എന്ന് പറയുമ്പം മെറ്റൽസിൻ്റെയും നോൺ മെറ്റൽസിൻ്റെയും ഇറ്റ് ഹാസ് ബോത്ത് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. മെറ്റൽസിൻ്റെയും നോൺ മെറ്റൽസിൻ്റെയും ക്യാരക്ടേഴ്സിനുള്ളതിനെയാണ് നമ്മൾ മെറ്റലോയിഡ്സ് എന്ന് പറയുന്നത്. സോ എലമെൻറ്റ്സ് എക്സിബിറ്റിംഗ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ബോത്ത് മെറ്റൽസ് ആസ് വെൽ ആസ് നോൺ മെറ്റൽസ് ആർ കോൾഡ് മെറ്റലോയിഡ്സ്. മെറ്റൽസിൻ്റെയും നോൺ മെറ്റൽസിൻ്റെയും പ്രോപ്പർട്ടീസ് കാണിക്കുന്നവനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മെറ്റലോയിഡ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? ജെർമേനിയം. എക്സാമ്പിൾ ജെർമേനിയം, നമ്മൾ നേരത്തെ ഒരു ഇത് പറഞ്ഞിരുന്നു. ജെർമേനിയം, ദെൻ ആർസെനിക്. എസ് ബി എന്ന് പറഞ്ഞാൽ ആൻറ്റിമണിയാണ് കേട്ടോ, ആൻറ്റിമണി. ദെൻ ടെലൂറിയം. ഓക്കെ, ടെലൂറിയം. ഇതൊക്കെ എന്താണ്? പീരിയോഡിക് ടേബിളിലുള്ള നോൺ മെറ്റലോയിഡ്സ് ആണ്. സോ വാട്ട് ആർ ദ എക്സാമ്പിൾ? ജെർമേനിയം, ആർസെനിക്, ദെൻ ആൻറ്റിമണി ആൻഡ് ടെലൂറിയം. ഇത്രയാണ് എന്തിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്? മെറ്റലോയിഡ്സ് എന്ന് പറയുമ്പോൾ എന്താ? മെറ്റലോയിഡ്സ് ഷോ ബോത്ത് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. മെറ്റൽസിൻ്റെയും നോൺ മെറ്റൽസിൻ്റെയും ക്യാരക്ടേഴ്സ് കാണിക്കുന്നവയാണ് മെറ്റലോയിഡ്സ് എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ആർ ദ എക്സാമ്പിൾസ്? ജെർമേനിയം, GE ജെർമേനിയം, AS ആർസെനിക്, ദെൻ ആൻറ്റിമണി, SB ആൻറ്റിമണി, ദെൻ ടെലൂറിയം. ഇതൊക്കെ എന്താണ്? മെറ്റലോയിഡ്സ് ആണ്. ഓക്കെ, സോ റിലേറ്റഡ് ദിസ് നിങ്ങളുടെ ടെക്സ്റ്റിനകത്തൊരു അതുമായിട്ട് ബന്ധപ്പെട്ട ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആ ടേബിളിൽ എങ്ങനെയാണെന്നുള്ളതാണ്. സൈസ് ഓഫ് ദ ആറ്റം, ആറ്റത്തിൻ്റെ സൈസ് ഗ്രൂപ്പിൽ എങ്ങനെയായിരുന്നു? ഗ്രൂപ്പിൽ ഇൻക്രീസ് ചെയ്യുന്നു. പീരീഡ്സിൽ എങ്ങനെയാണ്? അത് ഡിക്രീസ് ചെയ്യുന്നു, നമ്മൾ പറഞ്ഞു. ദെൻ മെറ്റാലിക് ക്യാരക്ടർ എന്ന് പറയുന്നത് ഗ്രൂപ്പിൽ കൂടുതലാണ്, ഇൻക്രീസ് ചെയ്യുന്നു. ദെൻ പീരീഡ്സിൽ മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസ് ചെയ്യുന്നു. ദെൻ നോൺ മെറ്റാലിക് ക്യാരക്ടർ ഗ്രൂപ്പിൽ ഡിക്രീസ് ചെയ്യുന്നു. ദെൻ പീരീഡ്സിൽ എങ്ങനെയാണ്? പീരീഡ്സിൽ ഇൻക്രീസ് ചെയ്യുന്നു. ദെൻ അയണൈസേഷൻ എനർജി ഡിക്രീസസ് ഇൻ ദ ഗ്രൂപ്പ് ആൻഡ് പിന്നെന്താണ്? പീരീഡ്സിൽ ഇൻക്രീസസ്. ആൻഡ് ഇൻ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിക്രീസസ് ഇൻ ദ ഗ്രൂപ്പ്സ്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഗ്രൂപ്പ്സിൽ കുറവും പീരീഡ്സിൽ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ. ഈ ചാപ്റ്റർ നമ്മൾ മാക്സിമം എല്ലാ പോയിൻറ്റ്സും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, സോ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വി വിൽ ലേൺ ദ 5th ചാപ്റ്റർ. പാർട്ട് 2 ടെക്സ്റ്റാണ് നമ്മളിനി പഠിക്കാനായിട്ട് പോകുന്നത്. പാർട്ട് 1 4 ചാപ്റ്റേഴ്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, നൗ വി ക്യാൻ വൈൻഡ് അപ്പ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.